എല്ലാവർക്കും നമസ്കാരം. ഇ-ലേണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷന്റെ വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിലേക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുറത്തിറക്കാൻ പോകുന്ന ഒരു വലിയ നോട്ടിഫിക്കേഷന്റെ വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. എന്തൊക്കെയാണ് ആ നോട്ടിഫിക്കേഷനിൽ പുറത്തിറങ്ങാൻ പോകുന്ന നോട്ടിഫിക്കേഷനിലെ വിവരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയാവൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് LD ക്ലർക്കിന്റെ വേക്കൻസിയെ കുറിച്ചാണ്. നിലവിൽ 124 വേക്കൻസികളാണ് LD ക്ലർക്കിന്റെ തസ്തികയിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ഓർത്തുകൊള്ളുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ എന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ കൂടി വരാനുണ്ട് എന്നുള്ള വിവരമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ഇതെന്ന് ഓർത്തുകൊള്ളുക. കുറേയധികം ക്ഷേത്രങ്ങളുടെ അധികാര ചുമതലയായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൂടി ഇതിന്റെ ഒരു ഭാഗമാണ്. വളരെ ഉത്തരവാദിത്വമുള്ള ഒരു പോസ്റ്റ് കൂടിയാണിത്. LD സബ് ഗ്രൂപ്പ് ഓഫീസർ, LGS, കഴകം തുടങ്ങി മറ്റനേകം പോസ്റ്റുകളിലേക്ക് കൂടി ഈ നോട്ടിഫിക്കേഷനിൽ അനൗൺസ് ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് നിങ്ങളോട് പറയുവാനുള്ളത്. ഒരു കാര്യം എന്ന് പറയുന്നത് കേരള PSCയുടെ LD പരീക്ഷയ്ക്ക്, അതേപോലെ തന്നെ LGS പരീക്ഷകൾക്ക്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പരീക്ഷകൾക്ക്, മറ്റനേകം പരീക്ഷകൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ടാവുന്നതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ പരീക്ഷാ സമയത്ത് അല്ലെങ്കിൽ പരീക്ഷകൾക്ക് വേണ്ട വിധം പ്രിപ്പയർ ചെയ്യുവാൻ പറ്റാതെ പോവുകയോ അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ വേണ്ട വിധം പെർഫോം ചെയ്യുവാൻ കഴിയാതെ പോവുകയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുവാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, കപ്പിനും ചുണ്ടിനുമിടയിൽ നിങ്ങളുടെ വിജയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. മറ്റൊന്നുമല്ല, ഒന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുവാൻ സാധിക്കും. നിലവിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന 124 വേക്കൻസിക്കൊപ്പം 3 വർഷ കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റാണ് ദേവസ്വം ബോർഡ് തയ്യാറാക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 വർഷം നിലനിൽക്കുന്ന വേക്കൻസി കൂടി നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിലവിലെ 124 വേക്കൻസികൾക്കൊപ്പം തന്നെ മറ്റനേകം വേക്കൻസികൾ കൂടി ഇതിനോടൊപ്പം ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള ഓർത്തുകൊള്ളുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം. നിങ്ങൾക്ക് ദേവസ്വം ബോർഡിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇ-ലേൺ അതിന് നിങ്ങളെ സഹായിക്കുവാൻ തയ്യാറാണ്. മറ്റൊന്നുമല്ല, ഒരു 100 പേരടങ്ങിയ ചെറിയൊരു ബാച്ച് ഇ-ലേൺ ദേവസ്വം ബോർഡ് LDCക്ക് വേണ്ടി ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. വളരെ കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. ഒരു കാര്യം പ്രത്യേകം സിലബസിന്റെ കാര്യത്തിൽ നോക്കുക. കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDCക്ക് കൊടുത്തിരിക്കുന്ന അതേ സിലബസ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മലയാളം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും, മാത്സ് ഉണ്ടായിരിക്കും, GK ഉണ്ടായിരിക്കും, പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ തന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും, കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട്, ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട്, ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവിടെ GKയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ക്ഷേത്രാചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ കൃത്യമായിട്ട് സിലബസ് അനുസരിച്ചുള്ള ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു തരുന്നത്. കൃത്യമായിട്ടുള്ള നോട്ട്സ് ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഏത് സമയം വിളിച്ച് സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇ-ലേൺ ദേവസ്വം ബോർഡ് LDCക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ആപ്ലിക്കേഷൻ അയക്കുക. പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി ഇ-ലേണിനോടൊപ്പം തയ്യാറെടുക്കുക. നന്ദി, നമസ്കാരം.